ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സോറിയാസിസ് എന്ന് പറയുന്നൊരു അസുഖത്തെക്കുറിച്ചാണ്. എന്താണ് യഥാർത്ഥത്തിൽ സോറിയാസിസ്? അതെങ്ങനെ നമ്മുടെ ശരീരത്തിൽ വരും? അതിൻ്റെ പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻസ് എന്തെല്ലാം? അത് എങ്ങനെ നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ, ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റിയെടുക്കാം? സോറിയാസിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസാണ്. നമ്മുടെ പ്രതിരോധ ശക്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണ്. ഈ ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പുറത്തുനിന്ന് ഒരു ഫോറിൻ ബോഡി വന്നാൽ നമ്മളതിനെ പ്രതിരോധിക്കും. ഇത് നോർമലായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് ഫോറിൻ ബോഡി ആണെങ്കിൽ നമ്മളത് ഡിസ്ട്രക്റ്റ് ചെയ്യുക, അത് നശിപ്പിച്ച് കളയുക. ആ ഒരു മെക്കാനിസം നമ്മുടെ സെൽസുകൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിലെ ഒരു പ്രത്യേകതയാണ്. അത് ഇമ്മ്യൂണി സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷെ നമ്മുടെ ഫോറിൻ ബോഡിയാണെന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ചില സെൽസുകളെ അല്ലെങ്കിൽ ചില കോശങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയും. അങ്ങനെ നശിപ്പിച്ച് കളയുന്ന അത്തരത്തിലുള്ള അസുഖത്തിന് പറയുന്ന പേരാണ് ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസ് എന്ന് പറയുന്ന കാര്യം. അങ്ങനെയുള്ള ഒരു അസുഖമാണ് ഈ സോറിയാസിസ്. എന്തുകൊണ്ടാണ് ഈ സോറിയാസിസ് വരുന്നത്? പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യ രോഗമാണ്. ചിലപ്പോൾ അച്ഛന് കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ മക്കളിലോട്ട് വരാം, അല്ലെങ്കിൽ അപ്പൂപ്പനോ അതിൻ്റെ അപ്പൂപ്പനോ ആർക്കെങ്കിലും ഒക്കെ അസുഖം ഉണ്ടെങ്കിൽ അത് കൊച്ചുമക്കളിലോട്ട് കൺവേർട്ട് ചെയ്യാം. ജെനുവിനായിട്ട് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഒരുപാട് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ സ്മോക്കിംഗ് ചെയ്യുന്നവർ, അതിലൊക്കെ ഉപരി ഈ മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് ചില മെഡിസിൻസ്, അലോപ്പതി മെഡിസിൻസ് കഴിക്കുമ്പോൾ അവർക്ക് സോറിയാസിസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ലിഥിയം അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുമ്പോൾ സോറിയാസിസ് വരും. ഈ സോറിയാസിസിൻ്റെ പ്രത്യേകത, പല ടൈപ്പ് സോറിയാസിസ് ഉണ്ട്. മറ്റ് സ്കിൻ കംപ്ലൈൻറ്റുകളിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സോറിയാസിസ് മാരകമായിട്ടുള്ള അസുഖം തന്നെയാണ്. കാരണം ഇത് ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, ഈ ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസ് എന്ന് പറഞ്ഞൊരു കേസ് വരുന്ന ഒരു അസുഖമാണെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ പല ടൈപ്പുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ സോറിയാസിസ് വൾഗാരിസിസ്, കട്ടേൽ സോറിയാസിസ്, പിന്നെ ഫ്ലെക്സുലർ സോറിയാസിസ് തന്നെ ലോക്കലൈസ്ഡ് കാണും, പസ്റ്റുലാർ സോറിയാസിസ്, സോറിയാറ്റിക് ആർത്രോപ്പതി, അങ്ങനെ പല ടൈപ്പുണ്ട്. നമ്മളത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ സോറിയാസിസ് നമ്മൾ സാധാരണ നമ്മളറിയപ്പെടുന്ന മിക്കതും നമ്മുടെ തലയിൽ സോറിയാസിസ് വരും. പിന്നെ നമ്മുടെ കയ്യിലും കാലിലും ഈ വെട്ട ഭാഗത്തെയും ഈ നടുവ് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വരാറുണ്ട്. കയ്യിലും കാലിലും ഒക്കെ ഈ നഖത്തിലൊക്കെ ഒരുപാട് സോറിയാസിസ് കാണുന്നുണ്ട്. ഈ സോറിയാസിസ് എന്ന് പറഞ്ഞ അസുഖം തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു സ്കിന്ന്, ഈ സാധാരണ നമ്മുടെ സ്കിന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു 30 ദിവസം 40 ദിവസം കഴിയുമ്പോൾ തനിയെ കൊഴിഞ്ഞങ്ങ് പോകും. നമ്മളറിയത്തില്ല, പുതിയ സ്കിന്ന് വരും. ഈ പ്രോസസ്സ് ഒരു 3 4 അല്ല 2 മുതൽ 4 ദിവസം കൊണ്ട് ഈ പ്രോസസ്സ് നടക്കും. 30 ദിവസം നടക്കേണ്ട കാര്യം 2 3 4 ദിവസം കൊണ്ട് നടക്കും. അതാണ് ഈ സോറിയാസിസ് എന്ന് പറയുന്ന പ്രത്യേകത. അപ്പോൾ ഇൻഫ്ലമേറ്ററി സൈനൊക്കെ വരും. ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ റെഡ്നെസ്, പിന്നെ പെയിൻ, ഇച്ചിങ്, അങ്ങനെയുള്ള സിംറ്റംസൊക്കെ വരും. അതിൻ്റെ കൂടെ തന്നെ ഈ പാച്ചി ആയിട്ട് ഇങ്ങനെ ഈ ഇളകിയൊക്കെ പോകും. നമ്മളെ ഈ പാമ്പൊക്കെ ഇങ്ങനെ ഇതിൻ്റെ തൊക്ക് ഇങ്ങനെ ഇളക്കി കളയുന്ന പോലുള്ള പരിപാടി ഇങ്ങനെ വരും. അത് സെവിയർ ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇത് സ്കിൻ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞാലും ഇത് ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസ് ആയതുകൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് അഫക്റ്റ് ചെയ്യും.
എൻ്റെ ഒരു ബോഡി എഫക്റ്റ് ചെയ്യും. ഈ വരുന്ന പേഷ്യൻസിന് ഷുഗർ ഉണ്ടാകാം, കൊളസ്ട്രോൾ ഉണ്ടാകാം, ഹൈപ്പർ ടെൻഷൻസ് ഉണ്ടാകാം, കൂടാതെ കാർഡിയോവാസ്കുലർ കോംപ്ലിക്കേഷൻ ഉണ്ടാകാം, അതുകൂടാതെ തന്നെ സ്ട്രോക്ക് ഉണ്ടാകാം. അങ്ങനെ പല കോംപ്ലിക്കേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഈ മാനസിക സമ്മർദ്ദമാണ് ഇതിൻ്റെ മെയിൻ ഒരു ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ കൂടുതലായിട്ട് സോറിയാസിസ് വരുന്നവർക്ക് മാനസിക സമ്മർദ്ദമുള്ള പേഷ്യൻസിന് സോറിയാസിസ് ഒക്കെ ഒരുപാട് കാണുന്നുണ്ട്. ഈ ജെനറ്റിക് സസെപ്റ്റബിലിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ HLA-57, HLA-CW അങ്ങനെയുള്ള ജീനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ സോറിയാസിസ് നമുക്ക് നമ്മുടെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സോറിയാസിസിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു പേഷ്യൻ്റ് നേരത്തെ വന്നൊരു പേഷ്യൻസ് ഉണ്ട്, ഒരു കുറേ വർഷങ്ങൾ മുൻപ് വന്ന ഒരു സോറിയാസിസ് കേസാണ്. അപ്പോൾ ഞാൻ പല ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പല മെഡിസിൻസ് കഴിച്ച് സോറിയാസിസ് ആ സ്കിൻ കംപ്ലൈൻ്റ് ഒന്ന് മാറും, വീണ്ടും വരും, അങ്ങനെ എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ അവന് സ്കിൻ കംപ്ലൈൻറ്റ് സത്യം പറഞ്ഞാൽ കംപ്ലൈൻറ്റ് കൃത്യമായിട്ട് നോക്കിയപ്പോൾ എനിക്ക് സോറിയാസിസ് അത് മനസ്സിലായി. ഡോക്ടർ എങ്ങനെയെങ്കിലും ഒക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ നമ്മൾ സോറിയാസിസ് എന്ന് പറയുമ്പോൾ കുറേ 3 മാർക്ക് റെമഡീസ് വരും, സസോർണം, സൾഫർ, അങ്ങനെ പല റെമഡീസ് വരുമല്ലോ. അപ്പോൾ അവൻ്റെ കംപ്ലീറ്റ് ഞാൻ കേസെടുത്തപ്പോൾ എനിക്ക് അവന് സൾഫർ കിട്ടി. അപ്പോൾ ഞാൻ സൾഫർ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് നീ ഈ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകാവുള്ളൂ എന്നവരുടെയും പറഞ്ഞു. അവൻ ആ സൾഫർ മെഡിസിൻസ് കഴിച്ച് കറക്റ്റായിട്ട് കഴിക്കുന്നതനുസരിച്ച് അവൻ്റെ സ്കിൻ കംപ്ലൈൻറ്റ് ശരിക്കും മാറിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇനി 1.5 മാസം കൂടി നീ കഴിക്കണം, കാരണം ഇതും കൂടെ കഴിച്ചാലേ ഇത് കംപ്ലീറ്റ് ചെയ്ത് മാറത്തുള്ളൂ. ഇപ്പം നിൻ്റെ മാറിയെന്ന് പറഞ്ഞാലും ഒരു ഓട്ടോമൻ ഡിസീസ് ആയത് വരാനുള്ള ചാൻസ്, റിക്കറൻസ് വരാനുള്ള ചാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വർഷം കഴിഞ്ഞാൽ വരുമെന്നൊക്കെ പറഞ്ഞു. അവിടെ നീ ഒന്ന് പ്രോപ്പറായിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, ആ പൊട്ടൻസി വരെ നീ സ്റ്റേബിൾ ആക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവന് ഗൾഫിൽ ഒരു ചാൻസ് കിട്ടി പകർന്നു പോയി. ഇപ്പം ഈയിടെ കുറച്ച് നാൾ മുൻപ് എൻ്റെ അടുത്ത് വന്നു. പിന്നെ ഞാൻ അവന് നോക്കിയപ്പോൾ അതിൻ്റെ ചെറിയ ലക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ആ ഡോക്ടർ പറയുക, നല്ല പ്രോഗ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡോക്ടറിൻ്റെ അടുത്ത് നിൽക്കാവുള്ളൂ. പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ഇത് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ സോറിയാസിസ് പൂർണ്ണമായിട്ട് മാറും. പിന്നെ ഈ മെൻ്റലി പ്രോബ്ലം ഉള്ളവർക്ക് ഈ സോറിയാസിസ് വരും, അത് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് കുറച്ച് ടഫാണ് മാറാനും. അതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് കഴിച്ച് മെൻ്റലി ആ കംപ്ലൈൻറ്റിന് വേണ്ടിയുള്ള മെഡിസിൻസ് കൊടുക്കണം. സോറിയാസിസുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാം കൂടെ മെഡിസിൻ കൊടുത്ത് അത് ക്ലിയർ ചെയ്ത് വരണമെങ്കിൽ കുറച്ച് താമസിക്കും, 6 മാസത്തോളം എടുക്കും. അല്ലെങ്കിൽ മാത്രമേ ആ സോറിയാസിസിന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി ആൾ സ്റ്റേബിളായിട്ട് വരത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓട്ടോമൻ ഡിസീസ് ആയതുകൊണ്ട് ഹെഡ് മുതൽ മുകളിൽ മുതൽ താഴെയുടെ എല്ലാ സിസ്റ്റത്തിനും എഫക്റ്റ് ചെയ്യും. ഈ നെയിലിനായാലും ഈ നമ്മുടെ സ്കാൽപ്പ് തലയിലൊക്കെ ആണെങ്കിലും ഒക്കെ ഇത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് ആർത്രൈറ്റിസ്, ആർത്രോപ്പതി, സെർവിക്കൽ സ്പോണ്ടിലോലിസിസ് അങ്ങനെയുള്ള പല അസുഖങ്ങളൊക്കെ ഇതുമായി റിലേറ്റ് ചെയ്ത് വരും. ചില ബാക്ടീരിയ ഇൻഫെക്ഷൻ ഇതുമായിട്ട് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ്, ബീറ്റ ഹെമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇത് മദ്യപാനം, പുകവലി അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇതൊക്കെ ഉള്ളവർക്കും പെട്ടെന്ന് വരാനുള്ള ചാൻസ്. ഇവന് ഈ ലീവിന് വന്ന സമയത്ത് ഇവൻ കൂടുതലായിട്ട് മദ്യപിക്കും. 1-2 മാസമൊക്കെ വീട്ടിൽ വയ്ക്കുന്നില്ല, നല്ലോണം മദ്യപിച്ചും കാര്യങ്ങളൊക്കെ വെച്ച് പോകാറായപ്പോഴേക്ക് വന്നപ്പോഴാണ് അവൻ്റെ കാര്യം ഓർത്തത്. അങ്ങനെ കാര്യങ്ങളുണ്ട് കേട്ടോ, അതൊരു ഓർത്തോളം. ഓക്കെ.